സുലേഖ ശശികുമാർ കൂടി ചേർന്നു. സുലേഖ, വർണ്ണാഭമായ കാഴ്ചകളാണ് കേരളത്തിന്റെ സാംസ്കാരിക തനിമ, ഒപ്പം തന്നെ ഇന്ത്യയുടെ തന്നെ ഒരു പരിച്ഛേദം, കലാരൂപങ്ങളുടെ ഒരു പരിച്ഛേദം കൂടി അവതരിപ്പിക്കപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ ഇന്ത്യയുടെ വൈവിധ്യങ്ങളായ ഇന്ത്യയുടെ ഇത്തരത്തിൽ വൈവിധ്യങ്ങളായ സ്വരങ്ങൾ അത് ഈ കേരളത്തിലെ ഓണാഘോഷ പരിപാടിയിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഇതിനെ ഇത്രത്തോളം പ്രാധാന്യത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് VIP പവലിയന് മുന്നിലാണ്. ഇവിടെ ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മറ്റു മന്ത്രിമാർ, MLA മാർ തുടങ്ങി എല്ലാവരുമുണ്ട്. അതിനൊപ്പം തന്നെ വിദേശ വിനോദസഞ്ചാരികളും ഈ പവലിയനിലാണ് ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഈ VIP പവലിയന് മുന്നിലാണുള്ളത്. ഈ VIP പവലിയന് മുന്നിൽ ഇപ്പോൾ തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കുന്ന, പടയണി അടക്കമുള്ള തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ എന്തുകൊണ്ടും ഈ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തെ അത്രത്തോളം മനോഹരമാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അത്രത്തോളം മനോഹരമായി തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഘോഷയാത്ര അത് മാനവീയത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ VIP പവലിയന് മുന്നിലേക്ക് ഈ ഘോഷയാത്ര എത്തും. ഈ VIP പവലിയൻ സജ്ജീകരിച്ചിട്ടുള്ളത് പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലാണ്. പബ്ലിക് ലൈബ്രറിക്കും അതിനൊപ്പം തന്നെ ഫൈൻ ആർട്സ് കോളേജിന് മുന്നിലുമായാണ് ഇത്തരത്തിൽ ഈ VIP പവലിയൻ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ മന്ത്രിമാരും സൈക്കിൾ റേസിംഗ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സ്കേറ്റിംഗ് ബോൾ ആളുകൾ ഇതുവഴി കടന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. ഇതിന് പിന്നാലെയാണ് മറ്റ് ഘോഷയാത്രയുടെ മറ്റ് കാഴ്ചകളൊക്കെ തന്നെയും എത്തുക. എന്തായാലും ഈ ഘോഷയാത്ര അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ VIP പവലിയനിലേക്ക് ഇതെത്തും. നിലവിലിപ്പോൾ തെയ്യക്കോലങ്ങൾ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ പടയണയടക്കമുള്ള മറ്റ് തെയ്യക്കോലങ്ങൾ ഈ VIP പവലിയന് മുന്നിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർക്കും മുന്നിൽ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ കുട്ടികൾ സ്കോൾ റൈറ്റിംഗ് ചെയ്യുന്ന കുട്ടികൾ കടന്നു പോകുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റ് ഘോഷയാത്രയുടെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും കടന്നു വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം, അത്രത്തോളം മനോഹരമായ രീതിയിൽ തന്നെ അത്രത്തോളം ആഘോഷമായി ഈ ഓണാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര അത്രത്തോളം മനോഹരമായി തന്നെ കൊണ്ടുപോവുകയാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും മുന്നിൽ ഈ ഘോഷയാത്രയുടെ കാഴ്ചകൾ, പ്ലോട്ടുകൾ വന്നെത്തും. വിവിധ വകുപ്പുകളുടെ പ്ലോട്ടുകൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന, കേരളത്തിന്റെ പ്രത്യേകത വിളിച്ചോതുന്ന, കേരളത്തിന്റെ ഏതൊക്കെ തരത്തിലാണോ കേരളം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് ആ കാഴ്ചകളൊക്കെ തന്നെയും ഈ പ്ലോട്ടിലൂടെ ജനങ്ങളിലേക്കും എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിൽ വലിയ ആഘോഷപൂർവ്വം ഈ ഓണത്തിന്റെ സമാപന ഘോഷയാത്ര കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ഘോഷയാത്ര മനോഹരമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മാനവീയത്തിൽ നിന്ന് പുറപ്പെട്ട, മാനവീയത്തിൽ നിന്ന് ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ഈ പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലെ VIP പവലിയനിലേക്ക് എത്തിച്ചേരും. ഈ VIP പവലിയന് മുന്നിൽ ഇത്തരത്തിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്. 51 പ്ലോട്ടുകൾ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഈ സ്ഥലങ്ങളിൽ ഈ പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ സജ്ജീകരിച്ച VIP പവലിയന് മുന്നിലും അതുപോലെ തന്നെ ഇനി അടുത്തത് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ പവലിയനിലാണ്. അവിടെയും ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ആ കലാരൂപങ്ങൾ അവതരിപ്പിച്ച ശേഷമായിരിക്കും ഇത് കിഴക്കേക്കോട്ടയിലേക്കുള്ള യാത്ര തുടരുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ടും ഈ ഘോഷയാത്ര അത് തിരുവനന്തപുരത്തെ ഇളക്കി മറിക്കുന്ന തരത്തിൽ ഈ ഇത്രയും നാൾ, അതായത് ഒരാഴ്ചക്കാലം ഉണ്ടായിരുന്ന ഉത്സവാഘോഷ പ്രതീതി അതൊന്നുകൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ഘോഷയാത്ര ഉണ്ടാകും. ആ ഘോഷയാത്ര കടന്നു പോകും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ ഘോഷയാത്ര അത് മനോഹരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ VIP പവലിയന് മുന്നിലേക്ക് ഈ ഘോഷയാത്ര എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഗവർണറെയും അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അഭിസംബോധന ചെയ്ത ശേഷം ഈ ഘോഷയാത്ര ഈ കുതിരപ്പുറത്തുള്ള പോലീസാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ SPC സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ വിവിധ വകുപ്പുകളിൽ ചേർന്നിട്ടുള്ള ഈ ഘോഷയാത്ര അത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആഘോഷങ്ങളും, സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നേട്ടങ്ങളും, സംസ്ഥാന സർക്കാർ എന്താണ് എന്ന് വിളിച്ചോതുന്ന ഒരു ഘോഷയാത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.